നമ്മുടെ SSC GD കോൺസ്റ്റബിൾ പരീക്ഷ എഴുതാൻ പോകുന്നവരെ അപേക്ഷിച്ചവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതുപോലെ തന്നെ അപേക്ഷിച്ച് കഴിഞ്ഞവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ പ്രധാനമായിട്ടും നമ്മുടെ ക്ലാസ് റൺ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, മറ്റൊരു അക്കാഡമിയായിട്ട് കൊളാബ് ആയിട്ടാണ് നിലവിൽ ഇപ്പോൾ ക്ലാസ് റൺ ചെയ്യുന്നത് GD കോൺസ്റ്റബിളിൻ്റെ. ഇപ്പോൾ അഡ്മിഷൻ നടക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ GD കോൺസ്റ്റബിളിൻ്റെ മാത്രമേ നമ്മൾ കൊളാബ് ചെയ്തിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ അതിന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മറ്റുള്ള ക്ലാസ്സുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, നമ്മുടെ SSC GD കോൺസ്റ്റബിളിന് ആ ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടി അപേക്ഷിച്ചു. അപ്പോൾ അവരുടെ അടുത്ത് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ച് ഒരു സംശയം ചോദിച്ചതാണ്, ഇങ്ങനെ കൊടുത്താൽ അപേക്ഷ റിജക്റ്റ് ആകുമെന്ന്. അപ്പോൾ ഇത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. മറ്റൊരു കുട്ടി സിഗ്നേച്ചറിൻ്റെ കാര്യത്തിലും ചെയ്തിട്ടുണ്ടായി. സിഗ്നേച്ചർ ഇട്ടത് ആ കുട്ടിയുടെ സിഗ്നേച്ചർ വളരെ ചെറുതായിരുന്നു, സിഗ്നേച്ചർ കാണാൻ പോലും പറ്റുന്നില്ല. പിന്നെ ഭയങ്കര ബ്ലറായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ആ സിഗ്നേച്ചർ ഉണ്ടായിരുന്നിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും റിജക്റ്റ് ആവാനുള്ള സാധ്യത 90% സാധ്യതയാണ് അത് റിജക്റ്റ് ആവാനായിട്ടുള്ളത്. ഈ ഫോട്ടോവും 90% സാധ്യതയുണ്ട് റിജക്റ്റ് ആവാനായിട്ടുള്ളത്. ഈ സുഹൃത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അദ്ദേഹത്തിന് ബ്ലർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പരമാവധി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവണമല്ലോ, അതുകൊണ്ട് പറ്റുന്ന പോലെ ബ്ലറിങ് കാര്യങ്ങൾ ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡാറ്റയൊന്നും പുറത്തു വരാത്ത രീതിയിലാണ് ഈ ഒരു കാര്യം ഇവിടെ വിസിബിൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തതാണ്. അദ്ദേഹത്തിന് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നില്ല, ഫസ്റ്റ് സമയം സാധിക്കാത്ത സമയത്ത് മറ്റൊരാളെ കൊണ്ട് എടുപ്പിച്ചെന്നതിൻ്റെ ഒരു ധാരണ, പുറത്തേതോ അക്ഷയ കേന്ദ്രത്തിലോ അങ്ങോട്ടോ എവിടെ പോയ സമയത്ത് പറ്റുന്നത് പോലെ ഏതെങ്കിലും ഒരു രീതിയിൽ തട്ടിക്കൂട്ടി പെട്ടെന്ന് അപേക്ഷ കഴിക്കണം എന്നുള്ളൊരു തോട്ടിൽ പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവാം. അദ്ദേഹത്തിന് ആ ഒരു ടൈമിൽ പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അപേക്ഷ പ്രോപ്പറായിട്ട്, അതായത് ഫോട്ടോ പ്രോപ്പറായിട്ട് എടുക്കാൻ സാധിക്കാത്ത പലർക്കും ആധാറിൻ്റെ വെരിഫിക്കേഷനിൽ പ്രശ്നം വരുന്നുണ്ട്. സൈറ്റിൻ്റെ ഇഷ്യൂ ആവാനാണ് സാധ്യത കൂടുതലും. പിന്നീട് അത് ചില സമയങ്ങളിലൊക്കെ ഓക്കെ ആവുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപേക്ഷയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പുറകിൽ ഒരുപാടധികം ഒബ്ജക്റ്റുകൾ വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സീലിംഗ്, അതുപോലെ തന്നെ ഇദ്ദേഹം ഇതിൽ മെയിൻ ഫോക്കസ് ആയിട്ട് വരുന്നില്ല. ഈ വ്യക്തി എന്ന് പറയുന്നൊരു ആൾ ഇവിടെ നമുക്ക് മെയിൻ ഫോക്കസ് അല്ല. ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ജസ്റ്റ് ഒരു പീസ് ഓഫ് പാർട്ടിൽ മാത്രം ഇദ്ദേഹത്തിന് ഒതുക്കിയ രീതിയിലാണ് ഈ ഫോട്ടോ ഉള്ളത്. അങ്ങനെ പറ്റത്തില്ല. ഫോട്ടോ മെയിൻലി നിങ്ങൾക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുത്താൽ മനസ്സിലാവുമല്ലോ, അതിൽ മേജർലി ആ ഒരു വ്യക്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല, ആ വ്യക്തിനെ കാണിക്കാനായിരിക്കും ആ ഒരു പാസ്പോർട്ട് ഫോട്ടോ തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ ബാക്കിൽ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഇങ്ങനെയുള്ള ഫോട്ടോ ആരെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക തന്നെ ചെയ്യണം. പിന്നെ സിഗ്നേച്ചർ ബ്ലറാണ്, അല്ലെങ്കിൽ വായിക്കാൻ, അതായത് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ, അതായത് നിങ്ങൾ S എഴുതിയിട്ടാണ് സിഗ്നേച്ചർ ഇടുന്നതെന്ന് വിചാരിക്കുക, കുറച്ച് വിട്ട്, ഇവിടെയൊക്കെ കുറച്ച് വിട്ട്, പിന്നെ A ആണ് വരുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ Y ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെയൊക്കെയാണ് സിഗ്നേച്ചർ വന്നിട്ടുള്ളത്. റിജക്റ്റ് ആവാൻ ചാൻസ് കൂടുതലാണ്, സാധ്യത കൂടുതലാണെന്ന് കേട്ടോ പറയുന്നത്. ഫുള്ള് നിങ്ങൾ സിഗ്നേച്ചർ ഇടുമ്പോഴുള്ള തെറ്റായിരിക്കില്ല, അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള അതിൻ്റെ ഒരു ക്ലാരിറ്റി പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്യൂ ആണ്. അത് പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്യാവശ്യം ക്ലാരിറ്റി തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് മാറ്റണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ളത് മാറ്റി തന്നെ ചെയ്യണം. മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, റിജക്റ്റ് ആവുന്ന ടൈപ്പ് ഓഫ് ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഒബ്ജക്റ്റ്, പിന്നെ താഴേക്ക് നോക്കി നിൽക്കുക, അതൊക്കെ തീർച്ചയായിട്ടും റിജക്റ്റ് ആവും. പിന്നെ സൈഡിലേക്കുള്ള നോട്ടം, നേരെ നമ്മുടെ ഈ രണ്ട് ചെവികളില്ലേ, രണ്ട് ചെവികൾ നേരെ കാണണം, കണ്ണ് നേരെ കാണണം, നമ്മുടെ ഫേസ് നേരെ ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ ഡാർക്ക്, അതായത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫോട്ടോ, ലൈറ്റിംഗ് ഇല്ലാതെ എടുക്കരുത്. ഒട്ടും ലൈറ്റിംഗ് ഓവറായി കഴിഞ്ഞാൽ അത് ഇഷ്യൂ ആണ്. ചിലപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു ലൈറ്റിംഗ് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇഷ്യൂ ആണ്. മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കണ്ണാട, സ്പെക്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഇതുപോലുള്ള ഒരു ഒബ്ജക്റ്റും, ഇവിടെ നാഷണൽ ഫ്ലാഗ് ആണുള്ളത്, അതുപോലെ ഒരു ഒബ്ജക്റ്റും വെച്ച് ഈ ഒരു രീതിയിൽ ഫോട്ടോ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഒരു പ്രോപ്പർ അപ്രൂവൽ കൊടുക്കുന്ന, SSC തന്നെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തൊരു ഫോട്ടോൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്രൂവൽ ലഭിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ടൈപ്പിലാണ്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോൻ്റെ ഒരു ലുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെവി രണ്ടും നേരെ കിട്ടുന്നത് പോലെയാണല്ലോ, മുടി ഹെയർ കവർ ചെയ്തിട്ടുണ്ട്, എനിവേ അത് ഓക്കെയാണ്. അതുപോലെ തന്നെ ഐസ് രണ്ടും നേരെയാണ്. അതുപോലെ തന്നെ ടോട്ടൽ ഫേസ് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്, ക്യാമറയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ തന്നെ വേണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇങ്ങനെ ആരെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട കാര്യങ്ങളും കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. 31/12/2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ 1/1/2026 വരെ ഫീസ് അടക്കാൻ സാധിക്കും. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പം പ്രിഫറൻസ് കൊടുക്കുന്നതിലോ മറ്റെന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ നിങ്ങൾക്ക് GD പേപ്പറിൽ വന്നിട്ട്, അതായത് നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ വിൻഡോ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ കറപ്ഷൻ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 8/1/2026 മുതൽ
മുതൽ 10/1/2026 വരെ ഇത് മൊത്തത്തിൽ തിരുത്താൻ പറ്റും. അത് ആ സമയത്ത് ആവശ്യമാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തു തരാം. പ്രധാനമായിട്ടും ഈ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ട് അപേക്ഷിച്ച ഒരാളുടെ പോലും അപേക്ഷ കഴിഞ്ഞ തവണ റിജക്റ്റ് ആയിട്ടില്ല എന്നുള്ളൊരു ഒപ്പീനിയൻ നമ്മൾ വീഡിയോ ചെയ്തപ്പം പറഞ്ഞതുകൊണ്ട് തന്നെ അതേ ഒരു കൺസിസ്റ്റൻസി നമുക്ക് 100% കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റണം. അപ്പോൾ 8/1/2026 മുതൽ 10/1/2026 വരെ തെറ്റ് തിരുത്തേണ്ട ഒരു ടൈമാണ്. ആ ഒരു സമയത്ത് ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നത്.